നമസ്കാരം. നമസ്കാരം. ഇന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വൈകിട്ട് 4 പ്രോഗ്രാം ഇല്ല, മുല്ലപ്പെരിയാർ പ്രോഗ്രാം ഇല്ല. ഇത് വേറെ ഇവിടുത്തെ ഈ ചപ്പാത്തിലെ ഫേസ് എന്ന് പറയുന്ന ഇവിടുത്തെ പൊതുവായ എല്ലാ കാര്യങ്ങളും ഒരു ഗ്രൂപ്പില്ല. സമരസമിതി പ്രോഗ്രാം അച്ഛനെ ഇതിൻ്റെ ഈ സമരസമിതിയായിട്ട് ഞാൻ ശരിക്കും സമയം തുടങ്ങിയെന്ന് പറയാം. തുടക്കത്തിൽ 2006 തുടങ്ങിയ സമരസമിതി. അന്ന് ഈ സുപ്രീം കോടതി ഈ ഡാമിലെ ജലനിരപ്പ് 136, 142 അടിയായിട്ട് തിരിക്കുക വെച്ചപ്പോൾ പെരിയാത്തിരി നിവാസികൾ ഭയത്തിലായി. അതുകൊണ്ട് ഉപ്പുതറ കരൾപ്പാസിൽ കൂടി അന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ഉൾപ്പെടുത്തി എന്നെ അതിൻ്റെ ചെയർമാനാക്കി. അന്നുകൊണ്ട് ഞങ്ങൾ സമരം തുടങ്ങിയതാണ്. ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഇത്രയും വലിയ സമരം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സമരമാണ്. ഒരു ദിവസം ഇവിടെ ചപ്പാത്തിൽ സ്ഥിര സമരം പൊന്നൽ കെട്ടി ഒരു ദിവസം 1 ലക്ഷം 2 ലക്ഷം പേരാ നിരന്തരം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സമരം മാക്സിമം ഞങ്ങളുടെ മുദ്രാവാക്യം തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ, പുതിയ ഡാം. അപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾ തമിഴ്നാടിന് അവർക്ക് ജലം കൊടുക്കണം എന്നാൽ നമുക്ക് സുരക്ഷ. ഇത് കാലഹരണപ്പെട്ട ഡാം 130 വർഷമായി. അതുകൊണ്ട് എത്രയും വേഗം ഈ ഡാം പുതുക്കി പുതിയ ഡാം പണിത് നമ്മുടെ ആശയ്ക്ക് പരിഹാരം തമിഴ്നാട് ജലം. അതാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മൾ ആവശ്യപ്പെടും. ഇതുവരെ ഇതിന് പരിഹാരമായിട്ടില്ല. നമ്മൾ സമരം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകും. ഓരോ വർഷവും ചെല്ലുന്തോറും ആൾക്കാർ, അതായത് ഈ സമരത്തിലേക്ക് വന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുവാണല്ലോ. അതിപ്പോൾ ഏത് സമരമായാലും എക്കണോമിക് സിസ്റ്റം ആയാലും ഇതിനെല്ലാം ഒരു ഇതുണ്ട്. നമ്മൾ ഈ സിസ്റ്റമാണ്. ഉയർച്ചയുണ്ട്. എന്നും 2 ലക്ഷം 3 ലക്ഷം പേർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ല. സമരം നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലെത്തി 1 ലക്ഷം 2 ലക്ഷം കേരളം കടയേറ്റ് ഇതുപോലെ സമരം ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികം. അത് പോകും. എന്നും ഒരേ ഇതിൽ പോകാൻ പറ്റിയില്ല നമുക്ക്. ജനം മടുക്കും. പിന്നെ ഒരു കഴിയുമ്പോൾ ആരെയും ചെയ്യാൻ പറ്റിയല്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ മാത്രമാണ് ഈ സമരം കണ്ടിന്യൂസ് ആയി തുടരുന്നത്. മറ്റു പല ഒത്തിരി സംഘടനകൾ ഇങ്ങനെ കൂണുപോലെ മുളയ്ക്കും പോകും. ഞങ്ങൾ 2006 ഇന്ന് വരെ സമരം ഇങ്ങനെ ലൈവായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അത് ഒരു കാലത്ത് കൈമാറി എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ജനം അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതുപോലെ കൂടെ MP-മാരും MLA-മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അവരെല്ലാവരും ഉണ്ടാകും. എല്ലാവരും ഇവിടെ ആരും നമ്മൾ നോക്കി അറിയാം. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു മന്ത്രി MLA ഇതിനെതിരായിട്ട് ആരും പറയുന്നവരില്ല. എല്ലാവരും കേരളത്തിൽ ഞാൻ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവനും എല്ലാവരും പറയുന്നു ഈ ഡാം ബലഹീനമാണ്, കാലഘട്ടപ്പെട്ടതാണ്. പിന്നെ ഇവര് നിയമസഭയിലൊന്നും ഇത് പാസ്സാക്കാത്ത നിയമസഭ പണ്ട് പാസ്സാക്കിയതാ. അന്ന് നിയമം പാസ്സാക്കിയതാ. പ്രതിപക്ഷവും ഭരണകക്ഷി എല്ലാണ്ട് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു വിഷയം ഇതേ ഉള്ളൂ. കേരളത്തില് ഡാമിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മന്ദഗതിയിലുള്ള എന്ന് പറഞ്ഞതിപ്പം ഇത് പ്രശ്നം ഇത് തമിഴ്നാടുമായിട്ട് നമ്മുടെ തന്നെ പ്രശ്നമല്ല. തമിഴ്നാടുമായിട്ട് 991 വർഷത്തെ കരാറാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യം. കാരണം അത് പറയാം. അന്ന് 990 വർഷം കാരണം ബ്രിട്ടീഷുകാരുടെ കാലമാണ്. അവര് ബലം പ്രയോഗിച്ച് ഒപ്പിടിച്ച് ചെയ്തൊരു കരാറാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നാട്ടുരാജാക്കന്മാരുടെ കരാർ റദ്ദാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്, അച്യുതമേനോൻ ഗവൺമെൻറ് അത് പുതുക്കി. അപ്പം അത് നിയമസാധ്യമായി പോയി. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കരാറുകളെല്ലാം റദ്ദായി പോകേണ്ടതാണ് നാട്ടുരാജ്യങ്ങളുടെ. അപ്പോൾ അത് വീണ്ടും നിയമമായിട്ട് തീർന്നു. ഒരു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ എന്താണ് എല്ലാത്തിനും എക്സ്പയർ ഉണ്ടല്ലോ. ഒരു ഡാം എന്താണ് 1000 വർഷം ഇരിക്കില്ല. ഈ ഇരിക്കാത്ത ഡാമിന് എന്തിനാ 999 അന്ന് ഇത്രയേ ഉള്ളൂ ഭരണം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹിറ്റ്ലർ പുള്ളിയുടെ കാലത്ത് പുള്ളി പറയുന്നു എല്ലാം പറഞ്ഞ് ജനത്തെ കൊന്നുകൊടുക്കി എന്ന് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇപ്പൊ രാജാവിനെയൊക്കെ ഭീഷണിപ്പെടുത്തി ചെയ്ത് നമുക്കൊന്ന് ഇന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. പറയാൻ വണ്ടി ഓടിയ കാലത്ത് ഒരു എഗ്രിമെന്റിന് എന്ത് പ്രസക്തി വെച്ചുള്ളത്? അതല്ല ഞാൻ പറഞ്ഞ പ്രസക്തി കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യം മുമ്പ് ഉണ്ടാക്കിയ നാട്ടുരാജ്യം ഉണ്ടാക്കി എല്ലാ കാര്യം റദ്ദാകേണ്ടതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ഗവൺമെന്റ് അത് പുതുക്കി. നമ്മുടെ തെറ്റാണത്. അതുകൊണ്ട് അതിൻ്റെ അത് ഒരു 9 കൂടിട്ട് ഒന്നുമല്ല. അല്ലല്ല, ഇത് 9 കൂടുതൽ കൃത്യമായിട്ട് റിട്ടേൺ വേർഡുമുണ്ട്. പുതുക്കി എന്ത് ചെയ്തു? അതാ വെച്ചത്. നമുക്ക് എത്രയേ ഉള്ളൂ പുതുക്കി ജനാധിപത്യ ഗവൺമെന്റ് നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭ പാസ്സാക്കി അതിന് വേറെ ഒന്ന് പിന്നെ അടുത്തത് അല്ലെങ്കിൽ അത് മാറ്റണം. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് പണിത് കഴിഞ്ഞാൽ സിമെന്റ് ഒരു വാട്ടർ ടാങ്ക് പണിത് കഴിഞ്ഞാൽ ഒരു 100 കൊല്ലം ഇരിക്കുമെന്ന് തന്നെ ഇരിക്കുകയില്ല. ഒരു കാരണവശാലും ഇരിക്കില്ല. എപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ പേര് അതിൻ്റെ അതോടെ കയറിയിട്ട് അത് പുറത്തും. ഇത്രയും വർഷം പഴക്കമുള്ള 999 വർഷത്തേന് ഇനി ഈ മലയാളി വെയിറ്റ് ചെയ്യണം. അച്ചോ
ഇത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ മുല്ലപ്പെരിയാർ സമരസമിതി ഇതിനു വേണ്ടി ശക്തമായിട്ട് സമരം പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്ന സിമ്പിൾ ലോജിക്കാണ് ഞങ്ങളും പറയുന്നത്, ഇത്രയേ ഉള്ളൂ. എന്തിനും മുമ്പേ പറഞ്ഞാൽ സിമ്പിൾ ലോജിക്കാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ വേറെ ടെക്നിക്കൽ കാര്യമൊന്നുമല്ല. എന്തിനും ഒരു ആയുസ്സുണ്ട്. സാറ് പറഞ്ഞ അത് തന്നെയാണ്. മനുഷ്യന് ആയുസ്സുണ്ട്, മനുഷ്യന് വലിയ ആയുസ്സുണ്ട്. ഇതിൻ്റെ ആയുസ് കഴിഞ്ഞു. ഞങ്ങൾ ഈ സിമ്പിൾ ലോജിക്കേ പറയുന്നു ഞങ്ങൾ. അതുകൊണ്ട് വിവേകത്തോടെ എത്രയും വേഗം പുതിയ ഡാം ഉണ്ടാക്കുക. ഈ മന്ത്രിമാരും MLA മാരെയൊക്കെ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇവരെന്ന് ഇവിടെ ഈ മുല്ലപ്പെരിയാറിന്റെ അടി കൊണ്ട് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരമാവും. ഇതൊക്കെ ഞങ്ങൾ ഭാഗം ഞാനല്ല പറയുന്നത്, അല്ലാതെ ഇതിനൊന്നും പരിഹാരം ഉണ്ടാകാനുള്ള ഈ ഇവർക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഈ മനസ്സിൽ ഇങ്ങനെ ഒരു ബോംബിന്റെ അടുത്ത് പോയി കിടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോംബ് ഒരു പടക്കപ്പരയുടെ അകത്ത് പോയി കിടന്നു കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടും ചങ്കിടിപ്പും അതിന്റെ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് എവിടെയെങ്കിലും പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ ഇവർക്ക് പറഞ്ഞ് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഇവരെ കൊണ്ട് കിടക്കുന്നതാണ്. ഇനി അവർ വരാനുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഒരാഴ്ച ഈ ആശയമൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. KT തോമസ് കേരളത്തെ വഞ്ചിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ KT തോമസ് ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ താഴ്വരയിൽ ഏറ്റവും അടുത്ത് വള്ളക്കടവാണ്. ഞങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാ താമസവും താമസിക്കാൻ പറഞ്ഞു. MP-മാർ MLA മാർ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാം. അതിനൊന്നും ആരും തയ്യാറാകില്ല. 1 മണിക്കൂർ താമസിപ്പിച്ചേർന്ന BP എന്ന് പരിശോധിച്ചിട്ട് വീണ്ടും 1 മണിക്കൂറിന്റെ കഴിയുമ്പോൾ BP ചെക്ക് ചെയ്ത് തന്നെ അവിടെ ചങ്കിടി പത്രമാത്രം മൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ സമരം തുറന്നുകൊണ്ട് പോകും. പുതിയ ഡാം ഞങ്ങൾ ആ വിജയം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്ന് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു. ഇത് ഏറ്റവും വലിയ സമരമാക്കി എത്തേണ്ട എല്ലായിടത്തും ഇതിൻ്റെ സീരിയസ് ഞങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും ഞങ്ങൾ ലക്ഷ്യം നേടിയിട്ടില്ല. അത് ഞങ്ങൾ നേടുന്നവരെ മുന്നോട്ട്. ഇനി എന്തൊക്കെ സമരമാർഗങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? സമരമാർഗങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യാത്ത ഒരു സമരമാർഗങ്ങളും ഇല്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്ന ലോകത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യാത്ത ഒരു സമരമാർഗങ്ങളും കാണിയാൽ ഇത്രയും വർഷം. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഓരോ സമയത്തും ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് വരാതെ പഴയപോലെ ഞങ്ങൾ തീവ്രമായ കാരണം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റുകളെ സുപ്രീം കോടതിയൊക്കെ കൂടുതൽ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കൂടുതൽ ഇങ്ങനെ സമരം ലൈവായിട്ട് നിർത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഈ കേരളത്തിലുള്ള പല MLA മാർക്ക് MP-മാർക്കൊക്കെ തമിഴ്നാട്ടിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അച്ചോ, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ ഇല്ലോ നമുക്ക് പറയാൻ പറ്റിയല്ല, കാണാം. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോടതികളിലൊക്കെ എത്തുമ്പോൾ നമ്മളെല്ലായിടത്തും നമ്മൾ തോൽക്കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായിട്ട് നോക്കിയാൽ നമുക്ക് അനുകൂലമായിട്ട് ഇത്രയും വർഷമായില്ല, ഇത്രയും ജനങ്ങളുടെ ജീവൻ വർഷം, പക്ഷേ നമുക്ക് അനുകൂലമായിട്ട് കോടതിയിൽ ഒരു വിധി പോലും വരുന്നില്ല. കാരണം തെളിവുകളാണ് പ്രധാനപ്പെട്ടത്. മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നുണ്ടോ, ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിനടിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം തെളിവ് കോടതി നോക്കുന്നത് ആ ശരിയായ തെളിവുകൾ ഹാജരാക്കുന്നുണ്ടോ, അതിനുവേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുന്നതോ കുറേ പത്രക്കള്ളാസുകൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ പ്രവേശനം നിഷേധിച്ചാക്കുന്ന ഒരു ഡാം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഡാം. ബാക്കി എല്ലാ ഡാമെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യം കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊടുക്കും. ഇത് ആ പ്രദേശത്തേക്ക് 2 കിലോമീറ്റർ ഭാഗത്തേക്ക് ഒരു അടുക്കാൻ പറ്റില്ല. ഇവിടെ ഏതെങ്കിലും ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ വിള്ളലുണ്ടോ വെച്ചിട്ടുണ്ടെന്ന് ആരും അങ്ങനെ കണ്ടുപിടിക്കത്തോ. അതുകൊണ്ട് ഇത്രയുള്ള ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിന് മാത്രമേ അവർ അനുവാദം കൊടുക്കുകയുള്ളൂ. അവർ നമുക്ക് പ്രത്യേക അവരെ പെർമിഷനുണ്ട്. കാരണം ഈ പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിൻ്റെ കൺട്രോൾ എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ടൊക്കെ ആവശ്യപ്പെട്ട് അവർ ചുരുക്കമായിട്ട് അവർ അനുവദിച്ച് അല്ലാത്ത രീതിയിൽ അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അതാണ് പ്രശ്നം. അച്ഛൻ്റെ ഭാഗത്ത് കേരളത്തിൽ ഉണ്ടോ? ഇത്രയുള്ളൂ. ഞങ്ങൾ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ സമരം തുടങ്ങി, ഇപ്പോൾ തുടരുന്നു. ഞങ്ങൾ അവസാനം വരെ ഈ സമരരംഗത്തുണ്ടാകും. പുതിയ ഡാം അത് നേടുന്നവരെ എന്നുണ്ടാകുമെന്ന് എല്ലാവരും കൂടി കൂടാനൊരു സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടും. ഇത് വർഷങ്ങളാണ്, 2006 തൊട്ട് തുടങ്ങിയതാണ്. ഞങ്ങളിങ്ങനെ കൂടും. ഇത് കഴിയുമ്പോൾ അടുത്ത ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കാലം ഞങ്ങൾ 1,00,000 പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി പിന്നെ അടുത്ത് ഞങ്ങളിരിക്കും. അടുത്ത് എന്താണെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ ഓരോ പ്രാവശ്യം നിന്ന് സമരസമിതി പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല.
ലൈവായിട്ട് കാരണം ലക്ഷ്യം നേടിയിട്ടുണ്ട്. താങ്ക് യു ഒരു 4 മണിക്ക് മീറ്റിംഗ്